രാഹുൽ പറഞ്ഞോളൂ. ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞത് ബി.ജെ.പിക്ക് യാതൊരു വിധമായ ക്ഷീണവും സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ആദ്യഘട്ടം ഓർമ്മയുണ്ടാകും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പറഞ്ഞത് അബ്കി 400 സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം ബി.ജെ.പിക്ക് 400 സീറ്റ് എന്ന് പറഞ്ഞിട്ട് കേവല ഭൂരിപക്ഷം തികയ്ക്കുവാൻ കഴിയാതെ ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു കാലഘട്ടത്തിലും വശമില്ലാത്ത മുന്നണി ശ്രീ നിതീഷ് കുമാർ യാദവും രാംവിലാസ് പാസ്വാനും നയിക്കുന്ന പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയും ഒക്കെ റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കുപ്പുകുത്തിയിട്ടും ഇവർക്ക് അതൊരു വീഴ്ച. അത് മതേതര ഭാരതത്തിന്, ജനാധിപത്യ ഭാരതത്തിന് ഒരു ശുഭസൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ബി.ജെ.പി ഒരു തിരുത്തലും വരുത്താൻ പാടില്ല. ഇങ്ങനെ തന്നെ പോകണം. ഇങ്ങനെ തന്നെ പോയാലേ ഈ രാജ്യത്തെ ജനങ്ങൾ ഇവരെ പാഠം പഠിപ്പിക്കുകയുള്ളൂ. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യത്തെ 4 റൗണ്ട് വരെ കൗണ്ടിങ് നടക്കുമ്പോൾ ഈസി വാക്ക് ഓവർ പ്രതീക്ഷ മണ്ഡലമാണെന്ന് ആലോചിക്കണം. അജയ് റായ് എന്ന് പറയുന്ന നേതാവിനെ പുച്ഛിച്ച് പരിഹസിച്ച അവിടെ പ്രചരണത്തിന് പോയ മുഴുവൻ ആളുകളും അവിടുത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അജയ് റായ് അധിക്ഷേപിച്ച വാക്കുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് വിട്ടേക്കൂ. അങ്ങനെ അധിക്ഷേപിച്ച ഒരു മനുഷ്യൻ 4 റൗണ്ടാണ് ഇന്ത്യയുടെ ഈ കൊടുകുത്തി വാഴുന്ന സ്വേച്ഛാധിപതിയും ഏകാധിപതിയും കിരീടവും ചെങ്കോലുമുള്ള ഒരു സ്വേച്ഛാധിപതി ചക്രവർത്തിയുമായ നരേന്ദ്രമോദിയെ പിന്നിൽ നിർത്തിയ 4 റൗണ്ടാണ്. ഈ ശ്രീ നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷം ആർക്കുണ്ട്? ഇവരുടെ UP-യിലെ ബി.ജെ.പിയുടെ ഉപമുഖ്യമന്ത്രിയുണ്ട് കേശവ് പ്രസാദ് മൗര്യ അമേഠിയിൽ മത്സരിച്ച ശർമാജിയെ പറ്റി പറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ ബാല്യക്കാരനാണെന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ അങ്ങനെ ഞാൻ പറയില്ല, കാരണം 40 വർഷക്കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ് ശർമാജി. അപ്പോൾ ആ ശർമാജി ഇനി ബാല്യക്കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ ബാല്യക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയേക്കാൾ ഭൂരിപക്ഷം വാങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടും നിങ്ങൾക്ക് തിരുത്താൻ തോന്നുന്നില്ല എങ്കിൽ സന്തോഷം. ഇനി നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുവാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയ അയോധ്യ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ ഫൈസാബാദ് മണ്ഡലത്തിൻ്റെ MP-യുടെ പേര് ഇന്ത്യ മുന്നണിയുടെ നേതാവായ അവധേഷ് പ്രസാദ് ആണെന്നും ആ അവധേഷ് പ്രസാദ് പരാജയപ്പെടുത്തിയത് നിങ്ങൾ രാംലല്ലയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ലല്ലു സിംഗിനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്ത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയ 9 ഇടങ്ങളിൽ ബി.ജെ.പി ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. ലഖീംപൂർ ഖേരി പോലെ ഈ രാജ്യത്തിൻ്റെ പൊതുമനസാക്ഷി ആകെ ഞെട്ടൽ രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ ഇവരുടെ മുന്നണി സ്ഥാനാർത്ഥി അവരുടെ ഏറ്റവും വലിയ കോട്ടയാണ്, അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്ത് ബി.ജെ.പിക്ക് കനത്ത പ്രഹരമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവുമില്ല. പ്രതിപക്ഷ നേതാവിനെ പോലും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ ചിരാഗ് പാസ്വാന്റെയും ആ ചന്ദ്രശേഖർ റാവുവിൻ്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെയും ഒക്കെ പിന്നാലെ നടന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പോട്ടെ, ഇനിയും ഇന്നത്തെ ചർച്ചയുടെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ ശ്രീ ഹാഷ്മി, ഏത് രീതിയിലുള്ള തിരുത്തലുകളാണ് CPM വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ തിരുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ ഒക്കെ തിരുത്തിയിട്ടുള്ള ഒരു വാചകം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ശ്രീ പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുള്ള വെർബൽ ഡയറിയെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ, അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ആളുകളെയൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്. കാലം കാത്തുവച്ച ജനനേതാവാണ്, സൂര്യ തേജസ്സാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പാടി പുകഴ്ത്തിയ നമ്മുടെ പത്തനംതിട്ടക്കാരനായ കൂർലോസ് തിരുമേനി, പത്തനംതിട്ടയിലാണല്ലോ അദ്ദേഹത്തിന്റെ ആശ്രമമുള്ളത്, ആ കൂർലോസ് തിരുമേനി ഈ സർക്കാരിനെ ഒന്ന് വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് വിവരദോഷി എന്നാണ്. ഇനി പരനാറി പ്രയോഗം ആവർത്തിക്കുന്നു, കുലംകുത്തി പ്രയോഗം ആവർത്തിക്കുന്നു, നികഷ്ടജീവി പ്രയോഗം ആവർത്തിക്കുന്നു. അപ്പൊ തൻ്റെ നാവിൽ നിന്ന് വരുന്ന അബദ്ധജടിലമായ വെർബൽ ഡയറിയ പോലും തിരുത്തുവാൻ തയ്യാറാകാത്തൊരു മുഖ്യമന്ത്രി, ഒരു ഏകാധിപതി ഏത് തരം തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് നിങ്ങൾ പറയുന്നത്? ഇന്നത്തെ ദിവസം നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ തിരുത്തൽ വരുത്തുന്ന ഒരു പ്രസ്ഥാനമാണോ? ഇന്ന് ഒരു പെൺകുട്ടിയുടെ പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. എന്താ? കണ്ണൂരിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തേങ്ങയാണെന്ന് പറഞ്ഞ് എടുത്തത് ബോംബായിപ്പോയി. ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബോംബ്, ആ ബോംബ് പൊട്ടിത്തെറിച്ചൊരു മനുഷ്യൻ മരണപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. അപ്പോൾ വീടുകളുടെ വളപ്പിൽ സാർവത്രികമായി ലഭിക്കുന്ന രീതിയിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണോ നമ്മൾ തിരുത്തൽ വരുത്തുമെന്ന് പറയുന്നത്? ഇതുപോലെ ഇരട്ടത്താപ്പുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്തായിരുന്നു? കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. രാഹുൽ ഗാന്ധിക്ക് പഴയൊരു പേരുണ്ട്. ഏതാ?
രാഹുൽ ഗാന്ധിയെ സൈബർ ഹാൻഡിലുകളും നരേന്ദ്രമോദിയും പപ്പു എന്ന് വിളിച്ചിരുന്ന പേര്, ആ പേര് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ആവർത്തിച്ചിട്ടില്ല, അമിത്ഷാ ആവർത്തിച്ചിട്ടില്ല. കാരണം ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒരു തരംഗമായി മാറിയെന്ന് സെൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും രാഹുൽ ഗാന്ധി അത്തരത്തിൽ അധിക്ഷേപിക്കുവാൻ അവർ തയ്യാറായില്ല. BJP ഹാൻഡിലുകൾ സംഘപരിവാർ കൊണ്ടുവന്ന ആ ചാർത്തി കൊടുത്ത പട്ടം ഇത്തവണ അതിന്റെ വക്താവായി മാറിയത് ആരാണ് ശ്രീ ഹാഷ്മി? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ ഒന്ന് സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു MLA ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ DNA എന്ന് പറയുമ്പോൾ ആരുടെ DNA? ശ്രീ രാജീവ് ഗാന്ധി. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ വിദേശ നയത്തിന് വേണ്ടി രക്തസാക്ഷി ആകേണ്ടി വന്ന ഒരു മനുഷ്യൻ, ഈ രാജ്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ മകന്റെ DNA പരിശോധിക്കണമെന്ന് പറയുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചില്ലേ? ആ MLA ശ്രീ പിണറായി വിജയൻ താക്കീത് കൊടുത്തു. ഉല്ലിങ്ങിച്ചിരിക്കല്ലേ ചെയ്തത്. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആ MLA പ്രോത്സാഹിപ്പിച്ചു. ആ MLAയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 59,000 വോട്ട് ജനങ്ങൾ മുഖത്തടിച്ചു കൊടുത്ത കാര്യ ഞാൻ പറഞ്ഞത്. പിന്നെ 2, കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ BJP അവർക്ക് വിമർശിക്കേണ്ട. ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല. ഏത് രാജ്യം മുഴുവൻ സമരം ചെയ്തൊരു പാർട്ടിയുടെ നേതാവിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് കേരളത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ അതാ പറഞ്ഞത്, ഇരട്ടത്താപ്പെന്ന്. കേരളത്തിൽ ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ആദ്യം കേസെടുത്തത് യോഗി ആദിത്യനാഥ് അല്ല, മനോഹർലാൽ ഖട്ടർ അല്ല. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിനെതിരായിട്ട് ആദ്യ കേസെടുത്തത് പിണറായി വിജയന. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സമരം നടത്തുന്ന ആളുകളുടെ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് ഒരാളുടെയെങ്കിലും കേസ് പിൻവലിച്ചിട്ടുണ്ടോ ശ്രീ ഹാഷ്മി? അങ്ങനെ ഇരട്ടത്താപ്പുകൾ കേരളത്തിലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ജനങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, ഏറ്റവും ഒടുവിൽ കാഫിർ വരെയുള്ള പ്രയോഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകനാണെന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളുകൾ, ഇത്ര വലിയ മുസ്ലിം വിരുദ്ധർ വേറെ ഉണ്ടോ കേരളത്തിൽ? ശ്രീ E. അഹമ്മദ് സാഹിബ്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ശ്രീ E. അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായി 1ാം UPA സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ആ കാലഘട്ടത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയ ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ മുറിവ് എന്നാണ്. ഏത്? ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലൊരു സെക്കുലർ പാർട്ടി, ആ പാർട്ടിയുടെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചൊരു MP കേന്ദ്രമന്ത്രിയായപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ മുറിവ് എന്ന് പറഞ്ഞത് കേരളത്തിലെ RSSന്റെ ഏതെങ്കിലും നേതാവല്ല, ശ്രീ VS അച്യുതാനന്ദ. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം നാമധാരിയായ ശ്രീ ഷാഫി പറമ്പിലിനെ പോലെ അങ്ങേറ്റം ക്രെഡൻഷ്യലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായം മാത്രം തിങ്ങിപ്പാർക്കുന്ന പാലക്കാടിന്റെ MLA ആയി കടുത്ത വർഗീയത പറയുന്ന കാലത്ത് പോലും ആ സെക്കുലർ ഫയർ ബ്രാൻഡായ ഒരു നേതാവിനെ, അടുത്ത തലമുറയുടെ നേതാവിനെ, ഇവർ നാമത്തിന്റെ പേരിൽ, മുസ്ലിം നാമധാരിയുടെ പേരിൽ ഇവർ ചാപ്പ് കുത്തി കാഫർ പ്രയോഗവുമായിട്ട് വന്ന് വർഗീയവൽക്കരിക്കുവാൻ ശ്രമിച്ചില്ലേ? അതടക്കമുള്ള ഏത് കാര്യത്തിനകത്താണ് ഇവർ തിരുത്തൽ വരുത്താൻ നടത്തുന്നത്? ഇപ്പൊ ഈ തിരുത്തൽ വരുത്തുന്നു എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇരുന്നുകൊണ്ടല്ലേ പാർട്ടിയെ ശ്രീ പിണറായി വിജയനെ വിമർശിച്ച ശ്രീ G. സുധാകരനെ പോലെ ആലപ്പുഴയിൽ ശ്രീ G. സുധാകരനോട് രാഷ്ട്രീയത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ, അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ കേരളത്തിൽ ശ്രീ പിണറായി വിജയനെതിരായി രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള CPMന്റെ പ്രവർത്തകർ, ആ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരുടെ വക്താവാണ് ശ്രീ G. സുധാകരൻ. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി പശ വാങ്ങി പോസ്റ്റർ ഒട്ടിച്ച് ചുവടെഴുതുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ, കൊടി പിടിച്ചും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചും വീടാന്തരം കയറി വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകൻ, അവൻ സ്വർണ്ണക്കടത്ത് നടത്താൻ വേണ്ടിയിട്ടല്ലോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്, അവൻ EMCC അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടല്ലോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തത്, ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടോ, പമ്പയിലെ മണലെടുത്ത് കടത്തുവാൻ വേണ്ടിയിട്ടോ, മാസപ്പടി വാങ്ങുവാൻ വേണ്ടിയിട്ടോ, കരിമണൽ കോഴ വാങ്ങുവാൻ വേണ്ടിയിട്ടോ, സ്വർണം കടത്തുവാൻ വേണ്ടിയിട്ടോ, എന്തിനേറെ പറയുന്നു ഭക്ഷ്യക്കിറ്റിനകത്തെ പർപ്പിടകത്തിന് വരെ കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ടോ, കോവിഡ് കാലത്ത് വിൽക്കുവാൻ വേണ്ടിയിട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സഹാക്കളോട് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ പറയുന്ന രീതിയിലൊക്കെ ചേർന്ന സഹാക്കൾ പ്രതികരിക്കുന്നു. ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഒറ്റ വാചകയുള്ളൂ. അങ്ങനെ ആ പാർട്ടി പ്രവർത്തകന്റെ വക്താവായി ശ്രീ G. സുധാകരൻ ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശ്രീ സലാം, അദ്ദേഹം ശ്രീ G. സുധാകരനെ ആലപ്പുഴ ജില്ലയിൽ പാർട്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ വിളിച്ചത് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ശ്രീ G. സുധാകരനെ അവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ചിട്ടില്ല,
അവിടുത്തെ BJP-ക്കാർ വിളിച്ചിട്ടില്ല, അവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്കാർ വിളിച്ചിട്ടില്ലാത്ത ഒരു പ്രയോഗം അവിടുത്തെ ഏറ്റവും തലമുതിർന്ന CPM-ന്റെ നേതാവിനെ വിളിക്കുന്ന തരത്തിൽ ആ പാർട്ടി മാറുമ്പോൾ എന്ത് തരം തിരുത്തലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?